എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നോ? ഇന്ന് എല്ലാവരും സ്കൂളിൽ പോയോ? പിന്നെ സ്കൂളിൽ പോയിട്ട് ഇന്ന് വന്നപ്പോൾ നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങൾക്ക് എന്തെല്ലാം സ്നാക്സ് ആണ് ഉണ്ടാക്കി വെച്ചിരുന്നത്? എന്തെല്ലാം സ്നാക്സ് ആണ് നിങ്ങൾ കഴിച്ചത്? അമ്മമാരൊക്കെ ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തരാറുണ്ടോ നിങ്ങൾക്ക്? എല്ലാവരും സ്നാക്സ് ഒക്കെ കഴിച്ച് വൈകിട്ടത്തെ ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുവാന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? വ്യഞ്ജന അക്ഷരങ്ങൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആദ്യം ഞാൻ സ്വരാക്ഷരങ്ങൾ പഠിപ്പിച്ചത്, പിന്നീട് സ്വരാക്ഷരങ്ങൾ തൊട്ടുള്ള വാക്കുകൾ പഠിപ്പിച്ചു അല്ലേ? ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ. എന്താണ് കുഞ്ഞുങ്ങളെ വ്യഞ്ജനാക്ഷരങ്ങൾ? നിങ്ങൾക്കറിയാമോ? അതെ, വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് വെച്ചാൽ കാ തൊട്ട് റാ വരെയുള്ള അക്ഷരങ്ങളെയാണ് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. നമുക്കൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ അപ്പോൾ ഒന്ന് നോക്കാം എഴുതി. ഞാൻ തുടങ്ങാൻ പോവാണേ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഞങ്ങളുടെ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് എന്താണെന്നറിയോ? സ്വരാക്ഷരങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ കൂട്ടുകാരെ? അപ്പൊ ഞാൻ ഇന്ന് വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിപ്പിക്കുന്നത്. വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം ഏതാ? അതേ, ക അല്ലേ? കായാണ് വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം. കായാണ്. രണ്ടാമത്തെ അക്ഷരം ഏതാണ് കൂട്ടുകാരെ? ഇഖ. കണ്ടോ? രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ഇഖ. ഇനി മൂന്നാമത്തെ അക്ഷരമോ? ഗ. കണ്ടോ? ക, ഇഖ, ഗ. അടുത്ത ഏതാണ്? ഇഖ. അതായത് ചെറിയ തലയിട്ട് നീളത്തിൽ വന്ന് ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെളിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിലോട്ട് കയറ്റിയാൽ ഇഖയായി. ക, ഇഖ, ഗ, ഇഖ, ങ. ങ എങ്ങനെയാണ്? നമ്മൾ കെട്ടുപുള്ളി ഇട്ടില്ലായിരുന്നോ പഠിച്ച്? അത് തന്നെ. കെട്ടുപുള്ളി പോലെ വന്ന് അതേ കെട്ടുപുള്ളി റാ വരച്ച് റാ അകത്തോട്ട് കുനിപ്പ് പോലെ ഇട്ടാൽ ങായായി. അപ്പൊ ഏതൊക്കെ വാക്കുകൾ പഠിച്ചു? ക, ഇഖ, ഗ, ഇഖ, ങ. ക, ഇഖ, ഗ, ഇഖ, ങ വരെ പഠിച്ചു നമ്മള്. അപ്പൊ ഈ ക വെച്ച് കൂട്ടുകാർ എന്തെല്ലാം വാക്കുകൾ കേട്ടിട്ടുണ്ട്? അതെ, ക വെച്ച് എന്തെല്ലാം വാക്കുകളുണ്ട്? കട കേട്ടിട്ടില്ലേ? കൂട്ടുകാരൊക്കെ കടയിൽ പോകില്ലേ സാധനങ്ങളൊക്കെ മേടിക്കാനും പലഹാരങ്ങളൊക്കെ മേടിക്കാനും? അപ്പൊ ക വെച്ച് കട. ഇഖ വെച്ചോ? അതെ, നഖം. പിന്നെ ഗ വെച്ചോ? ഗധ. ഹനുമാന്റെ കയ്യിലിരിക്കുന്ന ഗധ കണ്ടിട്ടില്ലേ കൂട്ടുകാര്? ആ ഗധയുടെ ആദ്യ അക്ഷരം ഈ ഗായാണ്. പിന്നെ ഇഖ വെച്ച് എന്താണുള്ളത്? ഘടികാരം. എന്താണ് കൂട്ടുകാരെ ഘടികാരം? അതെ, നമ്മുടെ വീട്ടിൽ സമയം നോക്കാൻ ഉപയോഗിക്കുന്ന ക്ലോക്ക് ഇല്ലേ? ആ ക്ലോക്കിനെയാണ് ഇഖ, ഘടികാരം എന്ന് പറയുന്നത്. ഇഖയിലെ ഘടികാരം എന്ന് പറയുന്നത് ആ ക്ലോക്കിനെയാണ്. ഇനി ങ വെച്ച് എന്താണ് ഉള്ളത്? ങ വെച്ച് മൂങ്ങ, അങ്ങനെ തുടങ്ങിയത് ങ വെച്ചും ഉണ്ട്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണ്? ച. ചായും ഇതുപോലെ തന്നെയാണ്. ചെറിയ തലയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അതേ വരയിലൂടെ കൊണ്ടുവന്ന് മേളിലൂടെ കയറ്റിയാൽ അതിനെ ച എന്ന് പറയും. ച എന്ന് പറയും. ഇനി അടുത്ത അക്ഷരമാണ് ഇച്ഛ. ഇച്ഛ എങ്ങനെയാണ്? ച പോലെ തന്നെ എഴുതി അത് മണ്ടയ്ക്കോട്ട് കയറ്റി അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് രാ ഇട്ടാൽ, രാ പോലാക്കിയാൽ, അതായത് ഇങ്ങനെ റാ പോലെ കൊണ്ടുവന്ന് അകത്തോട്ട് കയറ്റിയാൽ, ചെറിയ തലയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അതേ വരയിലൂടെ ഇങ്ങനെ വന്ന് അതിനെ റാ പോലാക്കി അകത്തോട്ട് കയറ്റിയാൽ അതിനെ ഇച്ഛ എന്ന് പറയും. പിന്നെ ഏതാണുള്ളത്? നമ്മൾ സ്വരാക്ഷരത്തിലെ ഈ പഠിച്ചില്ലായിരുന്നോ? ആ ഈ പോലെ വന്ന് എഴുതി വീശി വള്ളിയല്ല, വള്ളി ഇട്ടിട്ട് അകത്തോട്ടൊരു കുനുപ്പിട്ടാൽ അതിനെ ജ എന്ന് പറയും. ജ, ഇച്ഛ, ജ. ഇനി അടുത്ത ഏതാണ്? ഇച്ഛ. ഇച്ഛ എങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയാമോ? ആദ്യം നമ്മളൊരു റാ എഴുതണം. ആ റാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അകത്തോട്ട് കയറ്റി അതിനെ വെളിയിലിറക്കി അതേ വരയിലൂടെ തന്നെ റാ കൊണ്ടുവന്ന് അതിനെ ഇങ്ങനെ ഇട്ടാൽ ഇച്ഛ എന്ന് വായിക്കും. പിന്നത്തെ അക്ഷരം ഏതാണ്? ഞ.
ഞാൻ എങ്ങനെയാണ് ഈ നായ്ക്ക് നമ്മൾ കെട്ടുപുള്ളി ഇട്ടില്ലേ, അതുപോലെ ഒരു കെട്ടുപുള്ളി ഇട്ട് അതേ വരയിലൂടെ തന്നെ റാ പോലെ വന്ന് അതിനെ അകത്തോട്ട് കയറ്റി വെളിയിലിറക്കിയാൽ അതിനെ ഞാ എന്ന് പറയും. അപ്പൊ ഏതൊക്കെ വാക്കുകളാണ് കൂട്ടുകാരെ നമ്മൾ പഠിച്ചത്? ക, ഇഖ, ഗ, ഇഖ, ങ. ച, ഇച്ഛ, ജ, ഇച്ഛ, ഞ. ഇപ്പൊ ഇത്രയും വാക്കുകൾ കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇത്രയും വാക്കുകളാണ് ഇന്നത്തെ ദിവസം ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് കായ്ക്കാതെ പറയുമ്പോൾ കൂട്ടുകാർക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും, കൊച്ചു കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ. അപ്പം ആദ്യം 2 ലൈൻ വീതം ഞാൻ പഠിപ്പിക്കാനാണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കുഞ്ഞുങ്ങൾ തരമാക്കുക. ഇത്രയും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വീട്ടിലൊന്ന് എഴുതി നോക്കാൻ ശ്രമിക്കണം. എഴുതി നോക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്നുകൂടി മനസ്സിലാവും. നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അച്ഛനമ്മമാരും കൂടെ കാണുമല്ലോ. അപ്പോൾ അത് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഈ പഠിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും ഇച്ചിരിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ 2 ലൈൻ വീതം നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ക, ഇഖ, ഗ, ഇഖ, ങ. ച, ഇച്ഛ, ജ, ഇച്ഛ, ഞ. അപ്പം സ്വരാക്ഷരങ്ങൾ പഠിച്ചു നമ്മൾ. പിന്നെന്ത് പഠിച്ചു? സ്വരാക്ഷരങ്ങൾ കൊണ്ടുള്ള വാക്കുകൾ പഠിച്ചു നമ്മൾ. പിന്നെന്താ നമ്മൾ പഠിച്ചത്? നമ്മളിപ്പോൾ പഠിച്ചത് വ്യഞ്ജനാക്ഷരങ്ങളാണ്. സ്വരാക്ഷരങ്ങൾ, അതിനോടുള്ള വാക്കുകൾ വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ച, ഇച്ഛ, ഞാ വരെ പഠിച്ചുള്ളൂ. ക, ഇഖ, ഗ, ഇഖ, ങ. ച, ഇച്ഛ, ജ, ഇച്ഛ, ഞ. ഇങ്ങനെ വായിക്കുമ്പോൾ ഒരുപോലെ തോന്നുന്നു. ഇതിലെ ഓരോ ഉച്ചാരണത്തിന് വ്യത്യാസമുണ്ട്. ക, ഇഖ, ഇഖ എന്നാണ് പറയുന്നത്. ഗ, ക, ഇഖ, ഗ, ഇഖ, ങ. ച, ഇച്ഛ, ജ, ഇജ്ജ, ഞ. അങ്ങനെയാണ് ഇതിനെ വായിക്കുന്നത്. നമ്മൾ ഓരോ വാക്കുകളും അക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളെ വായിക്കുമ്പം നാക്കൊക്കെ നല്ല ഇതായിട്ട് സ്ഫുടമായിട്ട് എടുത്ത് വേണം അത് പറയാൻ. കാരണം ഉച്ചാരണ ശുദ്ധിയിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലെ ഈ അക്ഷരങ്ങൾ ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ 2 ലൈൻ മാത്രം ഇന്ന് പഠിപ്പിച്ചത്. അതായത് നിങ്ങളത് വീട്ടിൽ എഴുതി നോക്കുമെന്ന് കരുതി തന്നെയാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്ന് ഇത്രയും കൊണ്ട് ഞാൻ പഠിത്തം നിർത്തുവാണ്. ബൈ.